ഡോ ഞാൻ എന്താ ഇയാളെ അവിടെ നിന്ന് ഇങ്ങോട്ട് വിളിച്ചോണ്ടതെന്നറിയോ? അവൻ എന്താണ് സംഭവിച്ചെന്നറിയാൻ അവനെ അന്വേഷിച്ച് അവിടെ നിന്ന് ഇവിടം വരെ താൻ ഒറ്റയ്ക്ക് വന്നില്ലേ? അപ്പം തന്നെപ്പോലെ ഒരാളോട് അവൻ എന്തിനാണ് ഇത് ചെയ്തതെന്ന് താൻ കണ്ടുപിടിക്കണം. എങ്കിലേ തനിക്കൊരു ക്ലോഷർ ഉണ്ടാവും. ഇല്ലെങ്കിലേ അതെപ്പോഴും ഇങ്ങനെ ഒരു പെയിനായിട്ട് തൻ്റെ ഉള്ളിൽ തന്നെ കിടക്കും. അത് വേണ്ട. അതുകൊണ്ട് സിജിൻ എവിടെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. താനോട് ചോദിച്ചില്ലേ ഞാനെന്താ ഇതുവരെ കല്യാണം കഴിക്കാത്തന്നു? റിലേഷൻഷിപ്സിന്റെ കാര്യത്തിൽ തന്നെക്കാൾ അൺലക്കിയാടോ ഞാൻ. ഇതിനു മുമ്പ് ഒരുപാട് ബ്രേക്കപ്സ് ഉണ്ടായിട്ടുണ്ട്. എപ്പോൾ ഒരുത്തേ കല്യാണം കഴിക്കാൻ ആലോചിക്കുന്നു അപ്പോൾ ബ്രേക്കപ്പ് ആവും. പിന്നെ കുറെ നേരം ഇരുന്ന് കരയും. അപ്പം ശരിയോ? ഇപ്പം അത് ശീലമായി. കല്യാണമൊന്നും വേണ്ടാന്ന് വിചാരിച്ചാ. പിന്നെ അമ്മയ്ക്ക് വയ്യ. അമ്മയുടെ കുറെ കാലത്തെ ആഗ്രഹം എന്നെ ഒന്ന് കല്യാണം കഴിച്ചു കാണുന്നു. അങ്ങനെ അമ്മ വഴിയാ ഐശ്വര്യൊക്കെ പരിചയപ്പെട്ടത്. ഇത്തവണ ഓക്കെയാന്ന് വിചാരിച്ചാന്നേ അതിപ്പോ ഇങ്ങനായി. അമ്പലത്തിലെ മണിയല്ല, മേത്ത മണിയാ. ഇവിടുത്തെ ആൻസിസ്റ്റർ ക്ലോക്ക്. അല്ല ദൈവമൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് പറയാൻ പറ്റില്ല. ചിലപ്പോ ഉണ്ടെങ്കിലോ. ചേട്ടനോടും പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആണല്ലേ? നന്നായി. അല്ല തനിക്ക് ഡ്രസ്സ് മാറണ്ടേ? ആ ഒരു മിനിറ്റ് പോരാ. ഈ സമയത്ത് സിദ്ധു ആ എടുക്ക്. ആ ലൗഡ് സ്പീക്കറില്. സിദ്ധു അല്ലേ? ഞാൻ കട്ട് ചെയ്യണോ? ഇല്ല സ്പീക്കറില്. സിദ്ധു. ആളിയാ ഞാനാ. എടാ ഞാൻ ഉറങ്ങിയടാ. എൻ്റെ കൂടെ ഒരു പെങ്കൊച്ചുണ്ട്. അവനിപ്പോ എന്താ പറഞ്ഞത്? നിങ്ങൾ കേട്ടില്ലേ? ഇല്ല, ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അല്ല, അവന്റെ കൂടെ ഒരു പെണ്ണുണ്ടെന്ന്. ഞാൻ കേട്ടില്ല. അത് സംശയമുള്ളതുകൊണ്ടാണ്. അവ അങ്ങനെയൊന്നും പറഞ്ഞില്ല. നിങ്ങൾ എന്തിനാണ് അവന്റെ കൂടെ പെണ്ണുണ്ടെന്ന് പറഞ്ഞപ്പോ ഫോൺ കട്ട് ചെയ്തത്? അല്ല, അവൻ പറഞ്ഞ ക്ലിയർ അല്ലായിരുന്നു. വിളിക്കുന്നു, വീണ്ടും വിളിക്കുന്ന. എഴുതിക്ക്, എടുക്ക്. അവൻ നിർത്തത്തില്ല. അതേ വിളിക്കുന്ന. എടുക്ക് ലൗഡ് സ്പീക്കർ. എന്തോ മിസ്അണ്ടർസ്റ്റാൻഡിങ്. ആ അളിയാ കട്ടായി. എൻ്റെ കൂടെ ഒരു പെങ്കൊച്ചുണ്ടെന്ന്. നിന്റെ കൂടെ പെങ്കൊച്ചുണ്ടെങ്കിൽ നീ കൊണ്ടുപോടാ. കുടുംബം കലക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന ദിവ്യ തെറ്റിദ്ധരിക്കല്ലേ? ഇതങ്ങനെയല്ല. ഞാൻ ബസ് സ്റ്റാൻഡിൽ വെച്ച് കണ്ടൊരു കുട്ടിയാണ്. അങ്ങനെ ബസ് സ്റ്റാൻഡ് പലയിടത്തും എനിക്ക് പല പെണ്ണുങ്ങളും കിട്ടും. അതിനൊന്നും എന്റെ ഭർത്താവിനെ കൂട്ടി വിളിക്കരുത് കേട്ടോ. അയ്യോ ഇതങ്ങനെയല്ല. ഞാനൊരു ഹെൽപ്പിന് വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. എന്ത് ഹെൽപ്പിനാണെങ്കിലും അല്ല ഞാൻ എന്റെ പൊന്നു ചേച്ചി ഒരാൾക്ക് പറയാനുള്ള അങ്ങോട്ട് കേക്ക്. എന്നിട്ട് ഇങ്ങോട്ട് പറ. 3 വർഷമായിട്ട് പ്രേമിച്ചോടെ കല്യാണ ചക്ക മുങ്ങി. അതിനൊരു ചെക്കൻ കപ്പി ഇറങ്ങിയ ഞാൻ അങ്ങനെ പ്രത്യേക സാഹചര്യത്തിൽ ഈ ചേട്ടനെ ഹെൽപ്പ് ചെയ്യേണ്ടി വന്നു. അതാണ് സംഭവം. ഡ്രസ് ഒന്ന് മാറ്റേണ്ടി വന്നു. അത് ഹെൽപ്പ് ചെയ്യാനാണെന്ന് വിളിച്ചേ. പറ്റും എങ്ങനെ ഹെൽപ്പ് ചെയ്. ഇല്ലെങ്കിൽ കാണിക്കും പിടി. ഹലോ. മോശമായി പോയല്ലേ? ഈയിടെയായിട്ട് സംശയം കുറച്ച് കൂടുന്നുണ്ട്. വേണമെങ്കിൽ തുറന്നു കൊടുക്കല്ലേ? കുറഞ്ഞു.
ഇവിടെ സാരിയുടെ ഗംഭീര കളക്ഷനാണ്. ടസ സിൽക്കൊക്കെ ഇട്ട് നന്നായി ചേരും അല്ലേടാ? ഈ അർദ്ധരാത്രി ഇടാനോ? ഇവിടെ ആരും കല്യാണത്തിനൊന്നും പോകുന്നില്ല. കാഷ്വൽസ് മതി. കാഷ്വൽസ് മതിയോ? ആ കാഷ്വൽസ്. അതാ അവിടെ അപ്പുറത്ത്. അല്ല അപ്പുറത്ത്. ഇവിടെ വൻ ഷോറൂമാണ്. സിൽക്ക്, ടസ സിൽക്ക്, കോട്ട്, ജൂട്ട്, അല്ല എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. കാഷ്വൽ മതി. കാഷ്വൽസ് മതിയോ? കാഷ്വൽസ് അപ്പുറത്താണ്. ദാ ഇവിടെയാണെങ്കിൽ ലെഹങ്ക അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും കളർഫുൾ സാധനങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. എടാ നിനക്ക് കാര്യം മനസ്സിലായില്ലേ? ഇല്ല. ഈ കുട്ടിക്ക് ഈ ഗൗൺ ഒന്ന് മാറണം, അത്രേ ഉള്ളൂ. ആ ദാ ഉഗ്രം ഗൗൺ ഇരിക്കണ്. മാറാം. കാഷ്വൽസ് മതി. മതിയാ? ആ മതി. മതിയെങ്കിൽ മതി. ആ കാണുന്ന മുഴുവൻ കാഷ്വൽസ് ആണ്. സ്വന്തം കട പോലെ ഫുൾ അരിച്ചു പെറുക്കി വാങ്ങിച്ചു. ഓക്കെ. ഇവിടെ എടുക്കേണ്ട ബില്ലൊക്കെ നീ തരുമല്ലോ അല്ലേ? സ്വന്തം കട പോലെ കണ്ടാ മതി എന്ന് പറഞ്ഞിട്ട് ഒരു മാറ്റവും ഇല്ലല്ലേ? അവളി എടുക്കണ മുഴുവൻ ലേയും പി പി ഒക്കെ ആണ്. ലേയും പി പി അല്ല, ലീയും പെപ്പെ. ആദ്യം വിൽക്കുന്ന സാധനങ്ങളുടെ പേര് കറക്റ്റായിട്ട് പഠിക്കും കേട്ടോ. അതിന് ഞാൻ സാരി സെഗ്മെന്റിലല്ലേ വർക്ക് ചെയ്യുന്നത്. ഞാൻ ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല. വെറുതെ അല്ല ദിവ്യ നിന്നെ എടുത്തിട്ട് ഉരുട്ടുന്നത്. സാരി സെഗ്മെന്റ്. വില കൂടിയ മറ്റേ സാധനം എടുക്കണേ. ഒരു ഡ്രസ്സല്ലേ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. തന്നാ മതി. അതെ, ഈ ട്രയൽ റൂം എവിടെയായിരുന്നു? ഇതാ ഇവിടെ. ആ കഥ ഒന്ന് തള്ളി തുറന്നാ മതി. വയറുണ്ടാ? ഹുക്കൊന്ന് അയച്ചു. ഓ മറിയുന്നേ. അതൊന്നും എനിക്കറിയാം, ഞാൻ ചെയ്തോളാം. നീ ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടേ ഇല്ലേ? ഇല്ല. ആദ്യമായിട്ടാണോ കാണുന്നത്? ആ ശരിക്കും? ഓക്കെ. സെറ്റ്. അല്ല പോവാന്ന്. ആ പോവാം. പോവാം. ചേട്ടൻ വല്ല കല്യാണത്തിന് പോയിട്ട് വന്നാണോ? ഈ കോട്ട് കണ്ടിട്ട് ചോദിച്ചാണോ? ഞാനൊരു മീറ്റിംഗ് ആയിട്ട് വരാം. അല്ല, ഈ ആള് താമസിക്കുന്ന സ്ഥലം എവിടാന്നറിയോ? ഫ്ലാറ്റിന് അഡ്രസ് ഉണ്ടായിരുന്നു ഫോണില്. ഫോണൊന്ന് ഓണായിക്കോട്ടെ കേട്ടാ. ആ Hello, Moto. ഇതേട്ടാ ഫ്ലാറ്റിന് അഡ്രസ്. ഇത് 10-15 കിലോമീറ്റർ ഉണ്ടല്ലോ, സമയമെടുക്കും. ആ ഇല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഓഫ് ചെയ്ത് വെച്ചോ, ഇതിലിട്ടോളൂ. താങ്ക്സ്.
കാണിച്ചേ? ഞാൻ അങ്ങോട്ട് തിരിച്ചു വന്നോളാം. എന്നെ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കേണ്ട ആവശ്യം എന്താ? ഞാൻ തിരിച്ചെത്തിക്കോളാം. ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോയൊന്നുമല്ല. എവിടാ? എത്ര നേരം എന്നെ ഞാൻ വിളിച്ചോണ്ടിരിക്കുന്നു? എന്നെ വിളിച്ചോണ്ടിരിക്കുന്നത് ഞാൻ എത്തിക്കോളാന്നേ. നീ എന്താ ഞങ്ങളുടെ ടെൻഷൻ മനസ്സിലാക്കാത്തെ? നിങ്ങള് വിളിച്ചോണ്ടിരിക്കുന്ന ഒരു കാര്യമില്ല. ഇരിക്കാൻ പറ്റുക? ഡമ്മേജാണൊന്നും കഴിച്ചിട്ടില്ല. ഞാൻ വന്നോളാം. നിങ്ങൾ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? ലെഫ്റ്റ് കൂടോ? ലെഫ്റ്റോ? എന്റെ കൊച്ചു നീ എവിടാന്നൊന്ന് പറ. ഹലോ, ഞാൻ വിളിക്കാം. അതെ, ഇതെൻ്റെ സ്ഥലമാണ്, എൻ്റെ നാട്. ഞാൻ ഒരു ആവേശത്തിൽ പറഞ്ഞു കേട്ടാ, സോറി. മാപ്പ് ഡയറക്ഷൻ കാണിച്ചുകൊണ്ട് അങ്ങനെ തന്നെ പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. തിരുവനന്തപുരത്ത് എവിടെ എങ്ങനെയൊക്കെ പോകണമെന്ന് ഗൂഗിൾ ആൻഡിയൊക്കെ നന്നായിട്ട് എനിക്കറിയാം. മനസ്സിലായോ? ചേട്ടനറിയാലോ എൻ്റെ ഒരു സിറ്റുവേഷൻ. ഞാൻ അത് ടെൻഷനിൽ പറഞ്ഞു പോയതാട്ടാ, സോറി. എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ട് ചേട്ടൻ ഞാൻ ഒരു ഇറിറ്റേഷൻ പോലെ ആയല്ലേ. 3 വർഷത്തെ പ്രേമായിട്ടാ ഞാനും അവനായിട്ട്. അവനാ മൊത്തം കയ്യിന്ന് പോയിരിക്കാണ്. എന്താ ചെയ്യണ്ടേന്ന് ഒരു പിടിയും കിട്ടണല്ലോ. ചേട്ടന് മനസ്സിലാവില്ല എൻ്റെ അവസ്ഥ. സോറി ഏട്ടാ. ഓക്കെ. അതെ, ഞാൻ അവിടെ കൊണ്ട് വിടത്തേ ഉള്ളൂ. ഇത് കഴിഞ്ഞ് എനിക്കൊരു സ്ഥലം വരെ പോകാനുള്ളതാണ്. ഈ രാത്രിയില്ല, അല്ല അവിടെ കൊണ്ടുവിട്ടാൽ മതി. അത് തന്നെ വലിയ കാര്യം. താൻ വീട്ടുകാരറിയാതെ ഒളിച്ചോടി വന്നാണോ? അല്ല, ചോദിച്ചതേ ഉള്ളൂ. ഞാൻ വീട്ടിലൊക്കെ പറഞ്ഞിട്ട് തന്നെ വന്ന്. ഇക്കാലത്തെ പിള്ളേരുടെ കാര്യമാണേ, ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ്. ചേട്ടൻ മറ്റേ അമ്മ ഉണ്ടായി പോണോ? അല്ല, ഈ കാലത്തെ പിള്ളേരെന്നൊക്കെ പറഞ്ഞോണ്ട് ചോദിച്ചു. എന്ത് വേണ്ടി ചേട്ടാ, ചേട്ടാ പെട്ടെന്ന്. എന്താ മോളെ കുഴപ്പം? കുഴപ്പമില്ല. സ്കൂളിൽ പഠിക്കുന്ന ടൈം തൊട്ട് എനിക്ക് പ്രശ്നമുണ്ട്. വേറൊരാൾ ഛർദ്ദിക്കുന്ന കാണുമ്പോൾ എനിക്ക് ഛർദ്ദൽ വരും. ചേട്ടന് ഛർദ്ദലുണ്ടപ്പം എൻ്റെത് പോയി. ആണോ? ആ, ചിലർക്ക് അങ്ങനെ ആയിരിക്കും. ഓക്കെ അല്ലേ? ഓക്കെയാണ്. ഞാൻ ഓക്കെ. പോ. ഹലോ, എന്തു പറ്റി? ഒന്നുമില്ല. ഓക്കെ അല്ലേ?
പ്രശ്നമുള്ളോ? എന്തുട്ടാ? അല്ല പോലീസ്. അതിന് ഞാനേ 2 അടിച്ചിട്ടുണ്ട്. അതൊക്കെ ഛർദ്ദിച്ചു കളഞ്ഞില്ലേ? എന്നാലും സ്മെല്ലേ. നോക്കാം, വണ്ടി എടുക്കും. ഉറപ്പാണോ? ആ ആഹാ, കല്യാണ പാർട്ടിയെ കഴിഞ്ഞ് വരുവാണല്ലേ? ചേട്ടൻ അടിച്ചിട്ടുണ്ടോ? ഇല്ല സാർ. എക്സ്പ്രഷൻ കണ്ടാൽ അറിയാമല്ലോ. അല്ല, ഞങ്ങളുടെ അടുത്തൊരു സ്ഥലം വരെ പോയിരുന്നു, അതാ. പിന്നെ ഊതി വെച്ച് പോവാം നമുക്ക്. സാർ, ഇത് SP രാജ്കുമാർ സാറിന്റെ ഫ്രണ്ടാ. സാർ, ആ വണ്ടിയിലിരിക്കുന്ന രാജ്കുമാർ സാറിന്റെ ഫ്രണ്ടാണെന്ന്. അത് വേണ്ടെന്തെന്ന് വെച്ച് ചെയ്ത് അതിന്റെ കാര്യങ്ങൾ നോക്കി വിടും. ഈ ചെറിയ കാര്യത്തിനൊക്കെ രാജ്കുമാർ സാറിന്റെ പേര് പറയുന്നത് വളരെ കഷ്ടമാണ് കേട്ടോ. വയ്ക്കോ വയ്ക്കോ. പിന്നെ എന്നായാലും മോള് ഇതറിയണം. എന്തായാലും കുഴപ്പമില്ല അങ്കിള്. അങ്കിള് പറഞ്ഞു, ഞാൻ ഫേസ് ചെയ്യാൻ റെഡിയാണ്. പറയുമ്പോ മോക്ക് സങ്കടം തോന്നരുത്. ഞങ്ങൾ അന്വേഷിച്ചു അവനെ കുറിച്ച്. ഈ പറയുന്ന പയ്യന് ഇവിടെ മറ്റൊരു അഫയർ ഉണ്ട് മോളെ. ആ കക്ഷിയായിട്ട് അയാൾ ഇവിടെ ലിവിങ് ടുഗദർ. മോള് വേഗം തന്നെ നാട്ടിലേക്ക് പോകുന്നതാണ് നല്ലത്. ഇങ്ങനെ വിഷമിക്കാതെ. അല്ല, മൂന്ന് കൊല്ലം ഒരു ക്ലൂ പോലും തരാതെ തന്നെ കളിപ്പിച്ചവനിട്ട് ഒരെണ്ണം പൊട്ടിക്കണം തോന്നില്ലേ? പൊട്ടിക്കണം ചേട്ടാ, എന്തായാലും പൊട്ടിക്കണം. പക്ഷെ എങ്ങനെ പറ്റൂ? അതൊക്കെ ഞാൻ റെഡിയാക്കി തരാം. പക്ഷെ താൻ പൊട്ടിക്കോ? 100%. അവനെ ചകണ്ടടിച്ച് പൊട്ടിക്കും ഞാൻ. ആ, പൊട്ടി. എന്നാ ഓക്കെ, സെറ്റ്. ചേട്ടാ, ഞാൻ എന്തായാലും പൊട്ടിക്കേ. പൊട്ടിക്കണം. ആ ആ, അല്ല പിന്നെ ഹലോ സാർ. കഴിഞ്ഞില്ലേ? ഇനി എന്താണ് പ്രശ്നം? ആ പെങ്കൊച്ച് പോയോ? പോയില്ല സാർ. പോയില്ലേ? ഇല്ല സാർ. ആ പയ്യനില്ലേ, സിജിൻ, അവനിട്ടൊരെണ്ണം പൊട്ടിക്കണം എന്നാണ് ഇപ്പം ആ കുട്ടി പറയുന്നത്. ആലോചിച്ചപ്പോൾ അതാണ് അതിൻ്റെ ശരിയെന്നാണ് എനിക്കും തോന്നുന്നത്. സാറിൻ്റെ അടുത്തൊരു ഹെൽപ്പിന് വേണ്ടി വിളിച്ചാണ്. നിനക്കൊന്ന് പാതിരാത്രി ഒരു പണിയില്ലേടേ? ഇടേ ഒന്ന് ഉറങ്ങാൻ സമയമിടേ. എനിക്ക് നാളെ ഡ്യൂട്ടി ഉള്ളതാണ്. സാറേ, വലിയ ശരീരമാണെങ്കിലും അതിനൊത്ത മനസ്സാണ് സാറിനെന്നാണ് അന്ന പറയുന്നത്. അതുകൊണ്ട് സഹായം ചോദിക്കുന്നുണ്ടെങ്കിൽ സാറിനോട് മാത്രമേ ചോദിക്കാവുന്ന അന്ന പറയുന്നത്. സാർ പ്ലീസ്. ആ ശരി. ഓക്കെ സാർ, താങ്ക് യു. കണ്ടു കിട്ടു. ഞാനേ അവന്റെ മോന്ത കിടന്ന് പൊടിച്ചിട്ട് നാളെ വൈകുന്നേരം അവിടെ എത്തിക്കോളാം. വല്യമ്മച്ചി, ഞാൻ വിളിക്കാം. ശരി. അമ്മച്ചി, എന്തായി? ആരും ടെൻഷൻ അടിക്കണ്ട. അവനിട്ട് 2 പൊട്ടിച്ചിട്ട് നാളെ വൈകിട്ട് ഇങ്ങ് എത്തുമെന്ന്. നിങ്ങൾ കഴിക്ക്. ഞാനല്ലേ പറയുന്നത്, കഴിക്കുന്നു. ഇവിടെ അല്ല, ദോ.
അന്ന അന്ന ഐ എം സോറി അന്ന. സിജി സിജി അയ്യോ ഡാ സിജി മോനെ ഓക്കെ ആണോടാ നീ ഡാ സിജി അയ്യോ നീ എന്തിനാ അന്ന ഞങ്ങളെങ്ങനെ ശല്യപ്പെടുത്തുന്നത്? ഇനിയെങ്കിലും ഞങ്ങളൊന്ന് സമാധാനമായിട്ട് ജീവിക്കാൻ വിടും. ഇങ്ങനെ തല്ലാന് മാത്രം അവ എന്താ ചെയ്ത അന്ന? സിജി എടാ നൊന്നോടാ ഓക്കെ ആണോ? നോക്കുന്നുണ്ടല്ലേ നിനക്ക് നിന്റെ കാര്യം മാത്രമേ ഉള്ളൂ അന്ന. ഞങ്ങളെ പറ്റി ഒന്ന് ചിന്തിച്ചൂടെ? ഞങ്ങൾ ആർക്കും ഒരു ശല്യം ആവില്ല. ഒന്ന് വെറുതെ വിട് സിജി. നേരത്തെ പറഞ്ഞ പോരായിരുന്നു. നോട്ടാര് പേടിയാ പോലും. നാട്ടുകാർ എന്തിനാ പേടിക്കുന്നേ? ഇതും പോരാട്ടവൻ അവൻ ജാക്കറ്റിന് കൂളിംഗ് ഗ്ലാസ് ഇട്ട് പബ്ബിന്ന് ഡാൻസ് കളിക്കുക. വൃത്തിട്ടവൻ വിഷം മാറ്റാത്രേ. ഇത് മറ്റവന്റെ ഐഡിയ ആയിരിക്കും. ഒരു കണക്കിന് നോക്കിയാൽ കഷ്ടമാണ്. നമ്മുടെ നാടല്ലേ ഇതൊക്കെ. എത്ര പേർക്ക് പറഞ്ഞാൽ മനസ്സിലാവും? ചേട്ടൻ പറഞ്ഞ പോലെ എനിക്ക് ഇനി കല്യാണം വേണ്ട, ഒരു കോപ്പും വേണ്ട. ഞാനോർത്തു കാസജിനെ കാണുമ്പോൾ പൊട്ടിക്കരഞ്ഞു പോകുന്നു. ഇനി എന്തുവരെ കരയാനുള്ളതൊക്കെ കരഞ്ഞു തീർത്തില്ലേ? ഞാൻ ആലോചിക്കായിരുന്നേ, ഞാനും സീൻ എപ്പോഴും ഒരുമിച്ചിരിക്കുമ്പോ ആ മറ്റവൻ സീൻ എന്റെ അടുത്ത് കൂട്ടിക്കൊണ്ടുപോകും. എപ്പോഴല്ലേ കാര്യം മനസ്സിലായേ? ഞാൻ എന്ത് പൊട്ടിയല്ലേ, ഇത്രയും കാലമായിട്ട് ഒന്നും മനസ്സിലായില്ലെന്ന് ആലോചിക്കുമ്പോഴാ. അപ്പോ നിങ്ങൾ തമ്മിൽ വേറൊന്നും അല്ല, വേറെ ആക്ടിവിറ്റീസ് ഒന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല അല്ലേ? ശരിയാട്ടാ, അവനൊക്കെ ഒരു ഉമ്മ തന്നിട്ടില്ല. ആ അപ്പൊ പൊട്ടിയാ ഞാൻ വിചാരിച്ചു ഞങ്ങളൊരു പ്ലട്ടോണിക് റിലേഷൻഷിപ്പിലാന്ന്. എന്ത് പ്ലട്ടോണിക്? ആ പ്ലറ്റോണിക്. ചേട്ടാ കേറി വന്നതായിരിക്കും. ഇപ്പോ എനിക്ക് തിരിച്ചു പോകാനില്ല. എന്താ ഇനിയല്ലേ ധൈര്യം വേണ്ടത്? ഇതിനു മുമ്പ് വരെ ഭയങ്കര ധൈര്യമായിരുന്നല്ലോ. ആളെന്തി? അതപ്പോഴത്തെ ഒരു ഫ്ലോയില് ഓട്ടോമാറ്റിക്കായിട്ട് വന്നത്. എന്നാ ഇനി അങ്ങോട്ടും അതേ മീറ്റർ പിടിച്ചങ്ങ് പോയാൽ മതി. അതാ അടിപൊളി. ചേട്ടാ, ചേട്ടനെന്ന് പറഞ്ഞല്ലേ ഒരാളെ മനസ്സിലാക്കാൻ കുറെ കാലം വേണമെന്ന്. ഒരാളെ മനസ്സിലാക്കാൻ അങ്ങനെ കുറെ കാലമൊന്നും വേണ്ട, കുറച്ച് സമയം മതി. മനസാരെ മുകിൽ പോ